വയനാട്ടിലെത്തിയിട്ട് തീർച്ചയായിട്ടും എന്നെ ആരും അറിയപ്പെടണില്ല തോന്നുന്നു. നിങ്ങളാലെ ചിലപ്പോൾ അറിയപ്പെടുമായിരിക്കും, ചിലപ്പോഴല്ല തീർച്ചയായിട്ടും അറിയപ്പെടും. പ്രോഗ്രാംസ് കുറവാണ്, അതിലൊരു വിഷമമുണ്ട് എനിക്ക്. കുമ്പളം പൂത്തതോ കായ പറിച്ചതോ കറിക്കരിഞ്ഞതോ നെയ്യിൽ പോരിച്ചതോ. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു കുടുംബത്തിലെ രണ്ട് ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇന്നുള്ളത്, അമ്മയും മകളും. സരിഗമപ്പാലിപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒത്തിരി പേര് പങ്കെടുത്ത് അതിൽ കിട്ടി, അതൊരു വിവാദമായി നിങ്ങൾ അറിഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾ വയനാടിനെ ഒഴിവാക്കിയിട്ടാണ് അവരെല്ലാ ജില്ലകളിനെ വെച്ചിട്ടാണ് അവർ പ്രോഗ്രാം തുടങ്ങിയത്. അതിലൊരു ചെറിയൊരു വിഷമമുണ്ട്, അതിൽ കൂടിയെങ്കിലും അറിയപ്പെടുന്നു വിചാരിച്ചു, അതൊന്നും നടന്നില്ല. അത് ചെറിയൊരു വിഷമമാണ്. ഹായ് മച്ചാമാരെ, ഞാനെന്നുള്ളത് മീനങ്ങാടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ. മീനങ്ങാടി എന്ന് പറയുമ്പോൾ കലാകാരന്മാരുടെ ഒരു നിധി സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമാണ് മീനങ്ങാടി എന്ന് പറയുന്നത്. ഈ മീനങ്ങാടിയിൽ നിതമോളെയും അതേപോലെ തന്നെ മഞ്ജു ചേച്ചീനെയും പരിചയപ്പെടാനാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. രണ്ട് പേരെന്ന് പറയുന്നത് പെർഫോമൻസ് ഞാൻ കണ്ടു, അപാര പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയ്ക്ക് വരുന്നത്. തുടക്കത്തിൽ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഇത് നിതമോളാണ് അല്ലേ? നിതമോള് സെൻറ് മേരീസ് കോളേജിലാണ്, സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജിൽ PG പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഏതാ ഇയർ? ഫസ്റ്റ് ഇയർ ആണ്. അതുപോലെ മഞ്ജു ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ മ്യൂസിക് പഠിപ്പിക്കുന്ന കുട്ടികളെ, പിന്നെ ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ മീനങ്ങാടി ഫാർമസി, മീനങ്ങാടിയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഗാലക്സി, അവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞുനാൾ മുതലേ ഈ മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് കൂടെ കൊണ്ടേ നടക്കുന്ന ഒരാളാണോ? തീർച്ചയായും. 3ാം ക്ലാസ് മുതലേ സ്റ്റേജ് കയറിയ വ്യക്തിയാണ് ഞാൻ. 3ാം ക്ലാസ് മുതൽ തന്നെ പാട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ അമ്മയാണ് ഗുരു. പിന്നെ അമ്മയുടെ ആങ്ങളയുടെ മകനുണ്ട്, മ്യൂസിക് ഡയറക്ടറാണ് ഫിലിമിൽ, പ്രകാശ് ഉള്ളിയേരിയാണ്. ഞാൻ എൻ്റെ സ്വന്തം നാട് കോഴിക്കോടാണ്, അത് പറഞ്ഞിട്ടില്ല. കോഴിക്കോട് ഉള്ളിയേരി, ബാലുശ്ശേരി, അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു കുടുംബത്തിലെ രണ്ട് ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇന്നുള്ളത്, അമ്മയും മോളും. അമ്മയും മോളും കൂടി തമ്മിൽ രണ്ടുപേരും നല്ല മത്സരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നൊക്കെ പറയുന്നത്. ഫൈറ്റിംഗ് നടക്കാറുണ്ടോ? ഞങ്ങൾക്ക് അതല്ലേ പണി, ഫൈറ്റിംഗ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. കലാകാരികളെ അല്ലെങ്കിൽ ഈ അമ്മയും മോളെയും നമ്മൾ പുറത്ത് കാണിച്ചിട്ടില്ല എങ്കിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ് വയനാട്ടുകാർക്ക് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ വീട്ടില് അമ്മ, മക്കള്, ഹസ്ബൻഡ്, എല്ലാവരും ഉണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. പ്രവാസിയാണ്. ഞാനും അതെ. ഞാൻ 8 വർഷത്തോളം ഗൾഫിലായിരുന്നു. പ്രോഗ്രാംസിന് പോയി. പിന്നെ ബർദുബായില് നൈഫ് റോഡിൽ ഒരു മലയാളി അസോസിയേഷന്റെ സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ ടീച്ചറായിരുന്നു. അപ്പൊ ഈ അമ്മയും മോളും ഇങ്ങനെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല, ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, അച്ഛനും പാടുവോ? എല്ലാരും പാടുവോ? വീട്ടില് കലാകാരല്ലാത്ത പാട്ടുകൾ പാടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എന്റെ ചെറിയ മോൻ വരെ പാടും. എല്ലാരും 1ാം ക്ലാസ്സിലാണ് മോന്, പേര് വിഷ്ണു എന്നാണ്. മോനും പാടും. അപ്പോ ഈ അയൽവാസികളായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ മോളെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഫുൾ സപ്പോർട്ടാ. കോളേജ് മൊത്തം ഫുൾ സപ്പോർട്ട്, എന്ത് കാര്യത്തിലും, എല്ലാ കാര്യത്തിലും. പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോ ഇന്റർസോൺ പോയിട്ടുണ്ട് കഴിഞ്ഞതിന്, നാടൻ പാട്ടിന്. അടിപൊളി. അമ്മ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി മ്യൂസിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ടോ? അതായത് നമുക്ക് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, അതായത് നമ്മളിങ്ങനെ കുറെ കാലമായാലും നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വേദികൾ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്മയ്ക്ക് എന്താ ഈ ഒരു പാട്ടിലൂടെ അമ്മ ഉദ്ദേശിക്കുന്നത്? അമ്മേന്റെ ഒരു ലക്ഷ്യം എന്താ? എന്റെ ലക്ഷ്യം എന്താന്ന്, അറിയപ്പെടുന്ന ഒരു ഗായികയാവുക. ഞാൻ ഈ വയനാട്ടിലെത്തിയിട്ട്, നാട്ടിലായിരിക്കുമ്പം പ്രോഗ്രാംസുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. വയനാട്ടിലെത്തിയിട്ട് തീർച്ചയായിട്ടും എന്നെ ആരും അറിയപ്പെടണില്ല തോന്നുന്നു. നിങ്ങളാലെ ചിലപ്പോൾ അറിയപ്പെടുമായിരിക്കും, ചിലപ്പോഴല്ല തീർച്ചയായിട്ടും അറിയപ്പെടും. പ്രോഗ്രാംസ് കുറവാണ്, അതിലൊരു വിഷമമുണ്ട് എനിക്ക്. ഒരു ഓർക്കസ്ട്ര ഫീൽഡിൽ എനിക്ക് ഇവിടുന്ന് ശ്രീരാഗം സാബു ചേട്ടൻ എന്നെ ഒത്തിരി പ്രോഗ്രാമിന് കൊണ്ടുപോയി. അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി. ഞാനൊരു ഏതൊരു സിംഗറിനും ആഗ്രഹം പ്രൊഫഷണൽ സിംഗർ ആവുക. റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു, സ്മാർട്ട് സിംഗർ, സ്റ്റാർ സിംഗർ സീസൺ 5 സരിഗമപ്പാലിപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒത്തിരി പേര് പങ്കെടുത്ത് അതിൽ കിട്ടി, അതൊരു വിവാദമായി നിങ്ങൾ അറിഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾ വയനാടിനെ ഒഴിവാക്കിയിട്ടാണ് അവരെല്ലാ ജില്ലകളിനെ വെച്ചിട്ടാണ് അവർ പ്രോഗ്രാം തുടങ്ങിയത്. അതിലൊരു ചെറിയൊരു വിഷമമുണ്ട്, അതിൽ കൂടിയെങ്കിലും അറിയപ്പെടുന്നു വിചാരിച്ചു, അതൊന്നും നടന്നില്ല. അത് ചെറിയൊരു വിഷമമുണ്ട് സത്യത്തിൽ, ഇങ്ങനെ സമയമായിട്ടില്ല. മോളും അതേപോലെ തന്നെ പാട്ടുമായിട്ട് പുറകെ പോകാനാണോ? അല്ല,
അല്ല മോൾക്ക് പാട്ടും അത്യാവശ്യം പാട്ട് പഠിപ്പും. നമ്മൾക്ക് പഠിപ്പ് ഈ പഠിപ്പില്ല. പാട്ടിന്റെ അമ്മേന്റെ കൂടെ കൂടി ഈ പാട്ടും കാര്യങ്ങളൊക്കെ പോകുന്നതിനൊപ്പം പഠിപ്പ് നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഓ പഠിപ്പ് നടക്കുന്നുണ്ട്. പഠിപ്പിനാ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക പാട്ടിനേക്കാളും. ആണല്ലേ, അടിപൊളി. അപ്പൊ നമുക്കൊരു പാട്ടും കൂടെ നമുക്ക് കേട്ടാലോ? മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവാൽ മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവാൽ മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ഗാനമേള, വയനാട്ടിലെ ഗാനമേള ടീമുകളൊക്കെ ഒന്ന് കണ്ടു വെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും മനോഹരമായി പാടുന്ന, ഇത്രയും സുന്ദരമായിട്ടുള്ള സൗണ്ടുകളുള്ള ഒരാളെയാണ് വയനാട്ടിൽ ഇവിടെ ഉണ്ട്. നിങ്ങളെ തപ്പിയാൽ ഒരാളില്ല കേട്ടോ, 2 പേരുണ്ട്. അമ്മ ഇപ്പൊ ഒരു പാട്ട് പാടിയില്ലേ, നമുക്ക് ഒരെണ്ണം കുക്ക് ചെയ്യാലോ? അപ്പ നമ്മടെ കുമ്പളത്തൈ, അമ്മേ നമ്മടെ ജീരകത്തൈ, കുമ്പളം പൂത്തതോ കായ പറിച്ചതോ, കറിക്കരിഞ്ഞതോ നെയ്യിൽ പോരിച്ചതോ, നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞേലി, നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ. അപ്പ നമ്മടെ കുമ്പളത്തൈ, അമ്മേ നമ്മടെ ജീരകത്തൈ. നമ്മുടെ സ്വന്തം വയനാട്ടില് മഞ്ജു ചേച്ചിയും അതേപോലെ തന്നെ നിതമോളുമാണ് ഇതുള്ളത്. ഈ കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞ ചേച്ചി? മീനങ്ങാടി പൊഴങ്കുനിയില് PBM ഹോസ്പിറ്റലിന്റെ നിയർ. അപ്പൊ പൊഴങ്കുനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ 2 പേര് താമസിക്കുന്നത്. 2 പേരുടെ നമ്പർ ഈ വീഡിയോന്റെ തൊട്ട് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ, അതായത് ഗാനമേള ട്രൂപ്പിൽ, വയനാട്ടിൽ നിരവധി ഗാനമേള ട്രൂപ്പുകളും അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഈ 2 പേരുടെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു അതുല്യ പ്രതിഭകളെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കോമ്പറ്റീറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി പാട്ടോട് കൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. വാക്കുരുവികളെ വരുകുയിലുകളെ നല്ല മധുവിതുരാവുകളെ, യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ, മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ, പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം, താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോൾ, ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ, ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. അപ്പോ വീണ്ടും അടിപൊളി കിടുക്കാച്ചി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതോടെ ഗുഡ് ബൈ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.